CPIM BJP ഡീൽ ആരോപണം രാഷ്ട്രീയ അടവെന്ന ചാത്തന്നൂരിലെ LDF സ്ഥാനാർത്ഥി ആർ രാജേന്ദ്രൻ. ചാത്തന്നൂരിൽ BJP ഭീഷണിയല്ല, ആരോപണം ആവർത്തിക്കാമെന്നല്ലാതെ കാര്യമൊന്നുമില്ലെന്നും ആർ രാജേന്ദ്രൻ 24നോട് പറഞ്ഞു. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ചാത്തന്നൂരിലെ LDF സ്ഥാനാർത്ഥിയുമായ ആർ രാജേന്ദ്രനൊപ്പമാണ് നമ്മളിപ്പോൾ. പൊതുവായി CPIയുടെയും LDFിൻ്റെയും സാധ്യതകൾ എന്താണ് കേരളത്തിൽ? LDF ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്ത കാര്യങ്ങൾ അത് തന്നെയാണ് LDFിനുള്ള ധനം ഈ തെരഞ്ഞെടുപ്പിൽ. അത് ജനങ്ങൾ മൂലധനം അതാണ്, അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റ് രണ്ട് മുന്നണികളുടെയും പൊള്ളത്തരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ സന്ദർഭം, ഈ ഇലക്ഷനോട് അടുത്തപ്പോഴത്തേക്ക് ആ രണ്ട് മുന്നണികളും ഒരു ഇഴയെടുപ്പും ഇല്ലാത്തതാണെന്ന് മനസ്സിലായി ജനങ്ങൾക്ക്. LDFിനെതിരായിട്ട് കൊണ്ടുവന്ന കെട്ടിപ്പോക്കെ എല്ലാ നുണപ്രചരണങ്ങളും ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ CPM BJP ഡീൽ എന്നതാണ് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയം പൊതുവായി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഈ CPM BJP ഡീൽ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണോ അതോ ഒരു നുണപ്രചരണമാണോ? എന്താ കാര്യം? ഒരിക്കലും യോജിക്കാനൊക്കാത്തൊരു കാര്യമാണല്ലോ. അത് എന്നും പറയുന്ന ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു അഭ്യാസമൊന്നുമല്ല, വേറെ കാര്യമൊന്നുമില്ല. ഡീലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അടവാണ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഈ പലയിടത്തും ഈ 2020 സ്ഥാനാർത്ഥികളൊക്കെ വളരെ വീക്കാണ്. ചില പ്രധാനപ്പെട്ട BJPക്ക് വോട്ട് ഷെയറുള്ള തൃപ്പൂണിത്തുറ പോലെ മണ്ഡലങ്ങൾ 2020ക്ക് നൽകി. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളല്ല ഈ ആരോപണത്തിന് ഒരു ബലം പകരുന്നത്? അല്ല, അത് പറയാനുള്ള ഒരു കാരണമായി സൂചിപ്പിക്കുന്നുള്ളേ ഉള്ളൂ. അതിനപ്പുറമുള്ള കാര്യമൊന്നും അതിനകത്തുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ CPIക്ക് എത്ര സീറ്റ് കിട്ടും ഇത്തവണ? CPIക്ക് കഴിഞ്ഞ തവണ 17 സീറ്റാണ് ഉണ്ടായിരുന്നത്. എന്തായാലും തീർച്ചയായിട്ടും അതിന് മുമ്പോട്ട് പോകാനാണ് സാധ്യത. ചാത്തന്നൂരിൽ ആദ്യമായിട്ടാണ് മത്സരിക്കാൻ വരുന്നത്. എങ്ങനെയാണ് സാധ്യതകൾ ഇവിടെ? മത്സരിക്കാൻ വരുന്നത് ആദ്യമാണ്. എനിക്കൊരു 50 വർഷമായിട്ട് ചാത്തന്നൂരായിട്ട് ബന്ധമുള്ള ആളാണ്. പാർട്ടി പ്രവർത്തനം തുടങ്ങിയാലും മതി. എങ്ങനെയാണ് ഇപ്പോൾ ചാത്തന്നൂരിൻ്റെ സാധ്യത? ചാത്തന്നൂർ ഇടത് മുന്നണിക്ക് വളരെ അനുകൂലമായൊരു സാഹചര്യമാണുള്ളത്. കാരണം ഇവിടുത്തെ വികസനം വളരെ വലിയ തോതിൽ, ഒരുപക്ഷെ കേരളത്തിലെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് ഏറ്റവും നന്നായി വികസനം നടന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു നേട്ടം, ഒരു അനുകൂലം എനിക്കുണ്ട്, ഇപ്പോൾ LDFിനുണ്ട്. BJP കൂടി ശക്തമായി വരുന്നൊരു മണ്ഡലം എന്ന നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിയുണ്ടോ? അങ്ങനെ ഒരു ഭീഷണിയില്ല. BJPക്ക് കുറച്ച്, അവർ കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്ത് വന്നു. കഴിഞ്ഞ തവണയും നല്ല കംഫർട്ടബിൾ മെജോറിറ്റി LDFിനുണ്ട്. ഈ അതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതുണ്ട്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ. അപ്പോൾ അതൊരു വലിയ ഭീഷണിയൊന്നുമല്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സ്ത്രീവിരുദ്ധ പരാമർശങ്ങളടക്കം നടത്തുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായ ആർ രാജേന്ദ്രൻ പറയുന്നത്. ചാത്തന്നൂരിൽ നിന്ന് രഞ്ജിത്ത് ഫ്രാൻസിനൊപ്പം ആർ ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.